മുല്ലപ്പെരിയാർ ഡാമിന്റെ 2011 റോബോട്ടിക് അണ്ടർ വാട്ടർ ഒരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. റിമോട്ട് ഓപ്പറേറ്റഡ് വെഹിക്കിൾ വെച്ചിട്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ ഡാം ഡീകമ്മീഷൻ ചെയ്യണ്ടേ? 40 വർഷം മുമ്പ് ഈ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ എത്തിയിരുന്നെങ്കിൽ സുപ്രീം കോടതി ഡീകമ്മീഷൻ ചെയ്യാൻ പറഞ്ഞാണ്. ROV സ്റ്റഡിയിൽ എന്ന് വെച്ചാൽ 300ഓളം CD എടുത്തതിൽ 290 CD ഇവർ ഭയപ്പെട്ടു പോയി. ഭയങ്കര ഒരു ട്രക്ക് കയറ്റി നിർത്താൻ മാത്രമുള്ള പതോൾസ് ഉണ്ട്, ക്രിവൈസസ് ഉണ്ട് ഇതിന്റെ ഉള്ളില്. സെൻട്രൽ സോയിൽ ആൻഡ് മെറ്റീരിയൽസ് റിസർച്ച് സ്റ്റേഷന്റെ ഒരു റിപ്പോർട്ടാണ്. സർക്കാർ പുറത്തു വിടാത്തത് അവർക്ക് താല്പര്യമില്ല, ജനങ്ങൾ അറിയാൻ. അതാണ് ഇത് പുറത്തറിയാത്തത്. ഇത് സർക്കാർ കൊണ്ടൊന്നും സുപ്രീം കോടതി ഹാജരാക്കിയിട്ടില്ല. അങ്ങനെ ഹാജരാക്കിയെങ്കിൽ ജനങ്ങൾ അറിഞ്ഞാൽ എങ്ങനെ സാധനം അവിടെ ഉണ്ട്. സർ, ഇതിപ്പോ ROV റിമോട്ട് ഓപ്പറേറ്റ് വെഹിക്കിൾ വഴിയാണ് ഈ ടെസ്റ്റ് നടത്തിയിരിക്കുന്നത്. ആ ഒരു റോബോട്ടിക് മെഷീനെ പറ്റി എന്താണ് സാറിന് പറയാനുള്ളത്? അതെ, ആ ചിത്രങ്ങളിൽ തന്നെ നമുക്ക് സയൻസ് അറിയാവുന്ന കാര്യങ്ങൾ മനസ്സിലാവും. ഈ റിമോട്ട് ഓപ്പറേറ്റഡ് വെഹിക്കിൾ ഉപയോഗിച്ച് പരിശോധന നടത്തിയിരുന്നത് റിയൽ റിപ്പോർട്ട് കൊടുക്കാതെ ഒരു ഫേക്ക് റിപ്പോർട്ട്, ഒരു മാനിപ്പുലേറ്റഡ് റിപ്പോർട്ട്, അൺസയന്റിഫിക് റിപ്പോർട്ടാണ് സുപ്രീം കോടതിയിൽ അവർ കൊടുത്തത് ത്രൂ എംപവേർഡ് കമ്മിറ്റി. ആ എംപവേർഡ് കമ്മിറ്റി റിപ്പോർട്ട് ഈസ് എ മാനിപ്പുലേറ്റഡ് വൺ, എ ഫേക്ക് വൺ, ആൻഡ് അൺസയന്റിഫിക് വൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലെ എല്ലാ മാനിപ്പുലേഷൻസും നമ്പർ ചെയ്ത് ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇതൊരു പ്രാവശ്യം തകർന്നു പോയതാ ഈ ഡാം. 1924 തകർന്നതാണ്. 99 വെള്ളപ്പൊക്കത്തിലെ ഒരു മേജർ കോൺട്രിബ്യൂഷൻ മുല്ലപ്പെരിയാർ ഡാമിൻ്റെതാണ്. 2 സ്ലൂയിസ് ഗേറ്റുകൾ പാടെ തകർന്നുപോയി. അതുകൊണ്ടാണ് കേരളം മുഴുവൻ നശിച്ചു പോയത്. ടോട്ടൽ അനിഹിലേഷൻ ആയിരുന്നു. ഒരു മനുഷ്യനിർമ്മിതിക്കും മനുഷ്യന്റെ ആയുസേ പാടുള്ളൂ. ഏത് മനുഷ്യനിർമ്മിതിക്കും ഒരു മനുഷ്യന്റെ മാക്സിമം ആയുസേ പാടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നിർത്തുന്നത് വിഡിത്താണ്. ഇങ്ങനെയുള്ള രാജ്യത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കണമെന്നറിയോ? സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഒരു കുഴപ്പമില്ലാന്ന് സർട്ടിഫൈ ചെയ്ത 50 ഡാം, 50 ഏറെ ഡാമുകൾ തകർന്ന ഒരു രാജ്യത്ത് നിന്നാണ് ഞാൻ പറയണത്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിന്റെ അടിയിൽ കിടന്ന് മരിക്കുകയും ചെയ്തു. ഞാൻ പറയണത് എന്നെ ഒറ്റയ്ക്കാക്കി വിടരുതെന്നാണ്. നിങ്ങളും കൂടെ നിന്നാൽ എന്റെ ശക്തി 10 മടങ്ങ് വർദ്ധിക്കും. ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ എന്താ സംഭവിക്കുക? എത്ര ലക്ഷം ആൾക്കാരായിരിക്കും മരിക്കാൻ? ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഒരു ഫാക്ടറി ഇതിന്റെ അടിയിലെ പൊട്ടിയാൽ മതി. ബെൻസീനോ ഈതേനോ ഉള്ള വിഷവാതകം സംഭരിച്ചു വെച്ചിരിക്കുന്നത് ഒരു കാറ്റടിക്കുന്നിടത്തൊക്കെ ജനങ്ങൾ ഭോപ്പാൽ ട്രാജഡി പോലെ വീഴും. പോയ അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി സാറിനെ കുറിച്ചിട്ട് ഒരു ലൈവിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് അസംബന്ധമാണ് ഇയാൾ പറയുന്നത് എന്ന തരത്തില് പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പറയുന്ന ആളത് പോയി നോക്കണം. നമ്മുടെ നാട്ടിലുള്ള ഡാമല്ലേ, പോയി നോക്കണം. ഒരു ഡാമും രഹസ്യമായിട്ട് ഇങ്ങനെ പൊതിഞ്ഞു കൂട്ടി വെച്ചിരിക്കുന്ന സാധനമൊന്നുമില്ല. സംശയമുള്ളവൻ പോയി നോക്കണം. അങ്ങനെ കയറ്റിയില്ലെങ്കിൽ അവൻ കേസ് കൊടുക്കണം. അവൻ്റെ സിറ്റിസൺ അല്ലേ. എന്നെ പഠിപ്പിക്കുന്നത് യൂട്യൂബും സോഷ്യൽ മീഡിയ ഒന്നുമല്ല. എന്നെ പഠിപ്പിക്കാൻ വേറെ ആൾക്കാരുണ്ട്. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. മെയിൻ സ്ട്രീം 1ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് വർഷങ്ങളായി മുല്ലപ്പെരിയാറിന് വേണ്ടിയും കേരളത്തിന് വേണ്ടിയും ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് റസൽ ജോയ് ആണ് എന്നോടൊപ്പം ഉള്ളത്. സാർ, സ്വാഗതം. നമസ്കാരം. സാർ, ശരിക്കും വർഷങ്ങളായി മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതി അടക്കം ഉൾപ്പെടെ പോരാടുന്ന ഒരാളാണ് സാറ്. അപ്പോൾ വീണ്ടും 140 അടിയിലേക്ക് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് സാറിന് പറയാനുള്ളത്? തുലാമാസത്തിലെ വെള്ളം എല്ലാം പുഴയിൽ വരും. കാലവർഷത്തിലെ വെള്ളമെല്ലാം പുഴയിലേക്ക് വരും. വനം ഒരു സ്പോഞ്ച് കണക്കെ അബ്സോർവ് ചെയ്യും. തുലാവർഷത്തില് ഒരു തുള്ളി വെള്ളം പോലും ഫോറസ്റ്റ് അബ്സോർവ് ചെയ്യില്ല. നേരെ മുല്ലപ്പെരിയാർ ഡാമിലേക്ക് വരും. ഇടുക്കിയിലും വരും, എല്ലാ ഡാമിലും വരും. അപ്പോൾ തുലാവർഷമാണ് നമ്മൾ പേടിക്കേണ്ട ഒരു സമയം. നമ്മളെക്കായും പേടി അവർക്കാണിപ്പോൾ. അതുകൊണ്ടല്ലേ അവർ വെള്ളം കൂടിയപ്പോൾ അവർക്ക് 142 അടി വരെ ഉയർത്താം. എന്താ ഉയർത്താത്തത്? ഭയന്നിട്ടാ. ശരിക്കും ഒരു തമിഴ്നാട് ഗവൺമെന്റ് ഭയന്നിട്ടാണ് ഇങ്ങോട്ട് തുറന്നു വിട്ടിരിക്കുന്നത്. ഇതിനെ കുറിച്ച് ബോധേഡ് അല്ലാത്തത് നമ്മളുടെ കേരളമാണോ? കേരളത്തിലെ സർക്കാരിന് അറിയാം, സാധാരണ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കാരണം സാധാരണ ജനങ്ങൾക്ക് അറിയണമെങ്കിൽ മാധ്യമങ്ങൾ പറയണമല്ലോ. മാധ്യമങ്ങൾക്ക് പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല.
അതാണ് പ്രശ്നം. അപ്പൊ ഇനി മുല്ലപ്പെരിയാറിന് ശരിക്കും ഇനി എന്തായിരിക്കും സംഭവിക്കുക? മുല്ലപ്പെരിയാറിന് സംഭവിക്കരുതല്ലോ ഒന്നും, അല്ലേ? അല്ല, ഇങ്ങനെ പോവാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇങ്ങനെ പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ സുപ്രീം കോടതി പോയി പറഞ്ഞത്. സുപ്രീം കോടതി ഇങ്ങോട്ടാ പറഞ്ഞത്, ഞാൻ അങ്ങോട്ട് പറയാല്ല. നമുക്ക് ഇപ്രാവശ്യം കോടതിയിൽ ആർഗ്യുമെന്റ് ഒന്നും കാര്യമായിട്ട് നടത്തേണ്ടി വന്നിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബർ 13-ാം തീയതിയിലെ ആർഗ്യുമെന്റിന്റെ സമയത്ത് നമുക്കൊന്നും പറയേണ്ടി വന്നു. കോടതി ഇങ്ങോട്ട് പറഞ്ഞു, കോടതിയാണ് പറഞ്ഞത് 130 വർഷമുള്ള ഡാം പൊളിച്ചു മാറ്റിക്കൂടെ എന്ന്. അതൊരു കോമൺ മാന്റെ ചിന്ത അതല്ലേ? ഒന്നും പഠിക്കാത്ത ഒരാളും അങ്ങനെയല്ലേ ചിന്തിക്കണത്, അല്ലേ? ഈ ഡാം എഞ്ചിനീയറിങ്ങോ സിവിൽ എഞ്ചിനീയറിങ്ങോ ഒന്നും പഠിക്കാത്ത ആളുകൾ പോലും ഇത് 130 കൊല്ലമായില്ലേ, ഇനി പൊളിച്ചു മാറ്റിക്കൂടെ എന്നല്ല. അത് തന്നെയാണ് കോടതിയും പറഞ്ഞത്. അപ്പൊ കോടതി ഈസ് ഗോയിങ് ഇൻ എ കറക്റ്റ് ഡയറക്ഷൻ. ഇനി കേരളത്തിന് അനുകൂലമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമോ? കേരളത്തിന് അനുകൂലമായി എന്ന് പറഞ്ഞാൽ ഡാം ഡീകമ്മീഷൻ ചെയ്യണം, അത് തന്നെ സംഭവിക്കണം. ഡാം ഡീകമ്മീഷൻ ചെയ്യുക എന്നുള്ളതാണ് കേരളത്തിന് അനുകൂലമായ ഒരു ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്ന് വരേണ്ടത്. അതിനാണ് നമ്മൾ കൂട്ടായി ശ്രമിക്കുന്നത്. നിലവില് അതിനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെന്തെങ്കിലും ബലം കാണും എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ നമ്മൾ കോടതിയിൽ കേസ് കൊടുക്കുന്നത്, ഫലം കാണുമെന്ന് വിചാരിച്ചിട്ടല്ലേ. തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും. പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് അത്യുന്നത നീതിപീഠത്തിൽ നിന്നുണ്ടാവും. ഇപ്പം അതിന് ഒരുപാട് സമയം എടുക്കുന്നു തോന്നുന്നുണ്ടോ? ലൈക്ക് അതിന് മുന്നേ എന്തെങ്കിലും സംഭവിച്ചാലോ? അതൊന്നും നമ്മുടെ കയ്യിലിരിക്കണ കാര്യങ്ങളല്ലല്ലോ. നമ്മുടെ കയ്യിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റുമോ? ഒന്നും സംഭവിക്കരുത് എന്നുള്ള പ്രാർത്ഥനയേ എനിക്കുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ സംഭവിച്ചാലുള്ള സ്ഥിതി എന്താണ്? ഇതൊരു പ്രാവശ്യം തകർന്നു പോയതാ ഈ ഡാം. 1924 തകർന്നതാണ്. 99 വെള്ളപ്പൊക്കം നേട്ടല്ലേ, അത് തന്നെ സംഭവം. 99 വെള്ളപ്പൊക്കത്തിലെ ഒരു മേജർ കോൺട്രിബ്യൂഷൻ മുല്ലപ്പെരിയാർ ഡാമിൻ്റെതാണ്. 2 സ്ലൂയിസ് ഗേറ്റുകൾ പാടെ തകർന്നുപോയി. അതുകൊണ്ടാണ് കേരളം മുഴുവൻ നശിച്ചു പോയത്. ടോട്ടൽ അനിഹിലേഷൻ ആയിരുന്നു. എൻ്റയർ സ്റ്റേറ്റ് വാസ് ഡെവസ്റ്റേറ്റഡ്. അപ്പൊ അതായിരുന്നു 99 വെള്ളപ്പൊക്കത്തിൽ കണ്ടത്. അത് പാർഷ്യൽ ഡാമേജേ പറ്റിയിട്ടുള്ളൂ. മുല്ലപ്പെരിയാർ ഡാമിന് ഫുൾ ഡാമേജ് പറ്റിയ എന്താണ്? അന്ന് പിന്നെ വേറൊരു കാര്യമുണ്ട്, അന്ന് ഈ ഒരു ഡാമേ ഉള്ളൂ. ഇടുക്കി ഡാം ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള 84 ഡാംസും ഇല്ല. ഇപ്പൊ ഡയറക്റ്റ് ലൈനിൽ തന്നെ ഇടുക്കി ഡാം ഉണ്ട്, ലോവർ പെരിയാറുണ്ട്, ഭൂത്തകണ്ട് 4 ഡാംസ് ഉണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ഡാമിന്റെ അടിയിൽ 14 മറ്റോ ഡാംസ് ഉണ്ട്. അപ്പൊ ഇപ്പോ ഒരു ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസസ് നമുക്ക് വി കനോട്ട് ഈവൻ ഇമാജിൻ. അതാണ് സിറ്റുവേഷൻ. പിന്നെ മാത്രമല്ല, ഈ 100 വർഷം മുമ്പ് ഈ 99 വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഫാക്ടറീസ് ഒന്നും ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് ഫാക്ടറീസ് ഉള്ളൂ. ഇന്ന് 2 ലക്ഷത്തിലേറെ ഫാക്ടറീസ് കേരളത്തിൽ മൊത്തം ഉണ്ട്. അതിൽ പകുതിയോളം 1 ലക്ഷത്തിന്റെ അടുത്ത് ഫാക്ടറികൾ ഈ ഡാമിന്റെ അടിയിൽ തന്നെ ഉണ്ട്. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഏകദേശം 700-ലേറെ ഫാക്ടറി ഉണ്ട്. അതിൽ ഒരു ഫാക്ടറി ഒന്ന് തകർന്ന, അതായത് ഈഥെയ്ൻ, ബെൻസീൻ, ഹൈഡ്രജൻ പോലെയുള്ള പോയിസണസ് ഇൻഫ്ലാമബിൾ ഗ്യാസസ് സംഭരിച്ചു വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫാക്ടറി തകർന്ന എന്താണ്? കേരളം മുഴുവനും വിഷവാതകം ശ്വസിച്ച ആൾക്കാർ മരിക്കും. ഭോപ്പാൽ ട്രാജഡിയൊക്കെ മാറി നിൽക്കും. അതിലും വലിയൊരു ട്രാജഡി ഉണ്ടാവണം. ഇപ്പൊ ഗ്യാസിന് കേരളം എന്നോ തമിഴ്നാടെന്നോ കർണാടകയിൽ നിന്നല്ലോ ഗ്യാസ് എവിടെ പോകുന്നോ അവിടെയൊക്കെ ആളുകൾ വീഴും. കൺവൾസ്ഡ് ഉണ്ടായി. ഈ സർക്കാർ മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറയുന്നുണ്ട്, എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഭയം വേണ്ട ജാഗ്രത മതി. ഭയം വേണ്ട ജാഗ്രത മതി. ഇപ്പൊ ഈവൻ കുറച്ച് ഇത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടായാലും ഇവര് ഈ പറയുന്ന ഭയം വേണ്ട ജാഗ്രത മതി എന്ന് പറയുന്ന ആൾക്കാർ എന്തായിരിക്കും ചെയ്യുക? അല്ല, എന്ത് ജാഗ്രത ഇവർ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ 2018-ലും 2019-ലും ഒക്കെ ജാഗ്രത പറഞ്ഞല്ലോ. അമീന്നല്ലേ പേര്? അമി എന്ത് ജാഗ്രത എടുത്തത്? ഒന്നും എടുത്തു. അതൊരു മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യം ഈ വിഡ്ഢികളായ ജനത്തോട് പറയുന്നു. ഇതല്ലേ സംഭവം, അല്ലേ? ഇത് തമിഴ്നാട്ടിൽ പറയാൻ പറ്റുമോ? ഈ വർത്തമാനം തമിഴ്നാട്ടിൽ പറയാൻ പറ്റും, അവിടെ ബോധമുള്ള ജനങ്ങളാണ് ഉള്ളത്. കർണാടകത്തിൽ പറയാൻ പറ്റുമോ? അപ്പൊ ദേവഗൌഡാജി ചോദിച്ചത് എന്താ, നിങ്ങൾ എന്ത് തരത്തിലുള്ള ജനങ്ങളാണെന്നാണ് ചോദിക്കുന്നത്? ഈ ഡാമും തലയിൽ വെച്ചുകൊണ്ട് 130 വർഷമായിട്ട് ജീവിക്കുന്ന ജനങ്ങൾ എന്താണ് എന്നാ ചോദിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതല്ല, ജനങ്ങൾക്ക് ചെയ്യാലോ.
നേപ്പാളിൽ ജനങ്ങൾ ചെയ്തത് കണ്ടില്ലേ? അങ്ങനെ ചെയ്യാനല്ലാട്ടാ ഞാൻ പറയണേ. അതൊന്നും എൻ്റെ ഐഡിയോളജി ഒന്നും അല്ല. ജനങ്ങൾക്കേ സാധിക്കൂ. ജനങ്ങൾ അറ്റ്ലീസ്റ്റ് അവന്റെ വീടിന്റെ മുമ്പിൽ ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം എന്നൊന്ന് എഴുതി വെക്കാനോ. ഒന്നും ചെയ്യണ്ട. ഓരോരുത്തരുടെ വീടിന്റെ മുമ്പിലും കടകളുടെ മുമ്പിലും സ്ഥാപനങ്ങളുടെ മുമ്പിലും മുല്ലപ്പെരിയാർ ഡാം നിർവീര്യമാക്കുക ഒന്നൊന്ന് എഴുതി വെക്കണേന് എന്താ കുഴപ്പം? സ്വന്തം മക്കളല്ലേ മുമ്പിൽ കടന്ന് പടയുള്ളൂ അല്ലേ? യുവമാർക്കൊക്കെ ഉത്തരവാദിത്വം ഇല്ലേ? എനിക്കറിയാം. ഞാൻ നരച്ച ആൾക്കാരോടെ ചോദിക്കണേ, നിങ്ങളെ പോലെയുള്ള യുവാക്കളോടല്ലേ ചോദിക്കണേ. ഇവർക്ക് ഇവരുടെയൊക്കെ മക്കൾ സ്വന്തം കൺമുമ്പിൽ കടന്ന് പടയുമ്പോൾ എന്ത് പറയാൻ പറ്റൂ, എന്ത് ചിന്തിക്കാൻ പറ്റൂ ഇവർക്ക്? ഇത് എങ്ങനെയുള്ള രാജ്യത്ത് നിന്നുകൊണ്ടാ ഞാൻ ഈ ചോദ്യം ചോദിക്കണേന്ന് അറിയോ? സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഒരു കുഴപ്പമില്ലാന്ന് സർട്ടിഫൈ ചെയ്ത 50 ഡാം 50 ഏറെ ഡാമുകൾ തകർന്ന ഒരു രാജ്യത്ത് നിന്നാണ് ഞാൻ പറയണേ. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിന്റെ അടിയിൽ കിടന്ന് മരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നിന്നുകൊണ്ടാ ചോദിക്കണേ ഇവിടുത്തെ തലനരച്ച ആൾക്കാരോട്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ സഹോദരി സഹോദരന്മാർക്കും ഒക്കെ കൊടുക്കാൻ പോകുന്നത്? അതിന്റെ ആൻസർ അവർ പറയട്ടെ. ഈ തല നരച്ച ആൾക്കാര് നാളത്തെ തലമുറയ്ക്ക് ഇവരെന്താ കൊടുക്കാൻ പോണത്? അവരൊന്നും ഇതിനെ കുറിച്ച് ബോധേഡല്ലോ. ബോധേഡ് ആവാത്തത് നിങ്ങൾ യുവാക്കൾ ഏറ്റെടുക്കണോ? ഇനി നിങ്ങൾ യുവമാർക്ക് വിവരമില്ല, അവർക്ക് ബോധമില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നാട്ടിലെ ചെറുപ്പക്കാർ ഈ വിഷയം ഏറ്റെടുക്കണം. സ്കൂളിൽ പഠിക്കണ വിദ്യാർത്ഥികൾ ഈ വിഷയം ഏറ്റെടുക്കണം. അവരല്ലേ നാളെ ഇവിടെ ജീവിക്കേണ്ടത്? അവരല്ലേ ഈ കേരളം പുനഃസൃഷ്ടിക്കേണ്ടത്? തമിഴ്നാട് ബഹുദൂരം മുന്നോട്ട് പോയി ഇന്ത്യയിലെ 2ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു കഴിഞ്ഞു. കേരളത്തിന്റെ സ്ഥിതി എന്താണ്? ഇവിടെ നിന്ന് ഒരു 10ാം ക്ലാസ്സെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ നിന്ന് പോയാൽ മതി എന്നല്ലേ സാധാരണ ഒരു യുവാവ് ചിന്തിക്കുന്നു, യുവതിയും അല്ലേ? നമ്മുടെ ഈ വെള്ളം കൊണ്ട് 50,000 കോടി രൂപ അവരുടെ എക്സ്ചക്കറിൽ വരുന്നു എന്നാണ് തമിഴ്നാട് ഗവൺമെന്റ് കണക്ക്. 50,000 കോടി, 236 മുതൽ 268 കോടി രൂപ വരെയുള്ള രൂപയ്ക്കുള്ള ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മുടെ ഈ വെള്ളം കൊണ്ടുപോയി അവിടെ വീടാന്തരം മീറ്റർ വെച്ച് ഇൻഡസ്ട്രിക്കൊക്കെ മീറ്റർ വെച്ച് പണം വാങ്ങുന്നു. കോടികളല്ല, ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഡോളേഴ്സ് എന്ന് പറയേണ്ടി വരും. അതാണ് തമിഴ്നാട് ഈ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുന്നത്. എന്നിട്ട് കേരളത്തിന് എന്താ കിട്ടുന്നു? കേരളത്തിൽ എന്ത് കിട്ടുന്നു? ഈ ഒരു കാര്യം ആരും പറയുന്നില്ല. തമിഴ്നാടിന് ജലം, കേരളത്തിന് സുരക്ഷ എന്ന് പറയുന്നുള്ളൂ. തമിഴ്നാടിന് വെള്ളം ഞങ്ങൾ തരും, കാശ് വേണമെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ പറയാറുണ്ടോ? എന്താ പറയാത്തത്? കാശ് അവർക്ക് കിട്ടുണ്ടാവും. ജനങ്ങൾക്കല്ല കിട്ടണേ, അവർക്ക് കിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അത് പറയാത്തത്. മുദ്രാവാക്യങ്ങൾ മാറണം. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് ജലം എന്നല്ല നമ്മൾ പറയേണ്ടത്. കേരളത്തിന്റെ സുരക്ഷ മാത്രം പറയണം. പിന്നെ അവിടെ വെള്ളം വേണോ? വെള്ളം വേണമെങ്കിൽ കേരളത്തിൽ നിന്ന് എവിടെ നിന്നൊക്കെ കൊടുക്കാം. ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട് പല ഭാഗത്തു നിന്നും, അധികൃതമായിട്ടും അനധികൃതമായിട്ടും. വെള്ളം വേണമെങ്കിൽ ആലുവ പുഴയെന്ന് കൊടുക്കാനുള്ള ടെക്നോളജി ഡെവലപ്ഡ് ആണ്. ഈ നൂറ്റാണ്ട് എത്രമാത്രം വികസിച്ച് മനുഷ്യൻ ചൊവ്വയിലും ചന്ദ്രനിലൊക്കെ പോകുന്നു ഇല്ലേ? ഇന്ത്യ വരെ അയച്ച് ചന്ദ്രനിലേക്ക് ഇല്ലേ? ഈ ജനങ്ങൾക്ക് സുരക്ഷ നൽകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വം അല്ലേ? അത് അവരല്ലേ ചെയ്യേണ്ടത്. നമ്മള് അതിനെ മുൻകൈ എടുത്ത് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. നമ്മളാ ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഒരു ഡെമോക്രസിയിൽ ജനങ്ങളാണ് പരമാധികാരികൾ. മനസ്സിലായോ? ഈ പറയുന്ന മന്ത്രിമാര് അല്ലെങ്കിൽ MLA മാര്, ഈ പറഞ്ഞ ബ്യൂറോക്രാറ്റ്സ്, ഇവരൊക്കെ നമ്മുടെ സേവകരാണെന്നാണ് ജനാധിപത്യത്തിൽ വെപ്പ്. അവരിപ്പോ രാജാക്കന്മാരായിട്ടാണ് നടക്കണേന്നുള്ളത് ജനാധിപത്യ വിരുദ്ധമാണ്. മനസ്സിലായോ? സർ എന്ന് വിളിച്ചിട്ടാണ് നമ്മൾ ഒരു ഓഫീസിലേക്ക് ചെല്ലണത്. തലമുറകളായിട്ട് നമ്മുടെ തലയിൽ ഇഞ്ചക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വിഷാണത്. അവരാണ് നമ്മളെ റെസ്പെക്ട് ചെയ്യേണ്ടത്. കാരണം നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് അവർ ജീവിക്കുന്നത്. ഇവിടുത്തെ കർഷക തൊഴിലാളിയും പാവപ്പെട്ടവനും ലോട്ടറി വിൽക്കുന്നവനും തെരുവിൽ തെണ്ടുന്നവന്റെ വരെ നികുതി കൊണ്ടാണ് അവർ ജീവിക്കുന്നത് ഇല്ലേ? അവനല്ലേ പരമാധികാരി? തെരുവിൽ തെണ്ടുന്ന യാചകനല്ലേ പരമാധികാരി ഇവനേക്കാളും? അല്ലേ? കാരണം ഈ ഖജനാവിൽ നിന്ന് പൈസ വലിക്കുന്നില്ല, നമ്മുടെ നികുതി പണം വാങ്ങിച്ച് എടുക്കുന്നില്ല. അപ്പൊ ആരാ ശ്രേഷ്ഠൻ? അല്ല, അവരാണ് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മേലെ അവരെന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചേക്കുന്നത്. അവരിയ്ക്കുമ്പോ ഈ തലയിരിക്കുമ്പോ വാലാടരുന്ന് പറയുന്നത് പോലെ ഒന്നുമല്ല. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഈ നാട്ടിലെ കുട്ടികൾ ഇറങ്ങണം, സ്കൂളിലെ കുട്ടികൾ ഇറങ്ങണം, കോളേജിലെ യുവാക്കൾ ഇറങ്ങണം. കാരണം അവരാ നാളെ നാട്ടിൽ ജീവിക്കേണ്ടത്. അവരിറങ്ങണം. എങ്ങനെ ഇറങ്ങുമെന്നല്ലേ?
അറ്റ്ലീസ്റ്റ് അവന്റെ വീടിന്റെ ഒക്കെ മുമ്പിൽ എഴുതി വെക്കാലോ ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം എന്ന് എഴുതി വെക്കാലോ. എന്നാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവോ? അതല്ലേ തുടക്കം അതല്ലേ. തമിഴ്നാട്ടില് ജല്ലിക്കെട്ട് വിഷയം ജല്ലിക്കെട്ട് ശരിക്കും എന്നാൽ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് നിയമവിരുദ്ധാണ്. എന്നിട്ട് വല്ലതും അവിടെ വില പോയോ? ജല്ലിക്കെട്ട് അവിടെ പുനഃസ്ഥാപിച്ചു കൊടുത്തില്ലേ? തുടക്കം അവിടെ എങ്ങനെയാണ്? കുട്ടികള് സ്കൂളിൽ പോകുമ്പോ ഒരു സ്റ്റിക്കർ പതിപ്പിച്ചിട്ടാ പോണേ, ജല്ലിക്കെട്ട് വേണമെന്നുള്ള സ്റ്റിക്കർ. മനസ്സിലായോ? ഒരു സ്കൂളിൽ തുടങ്ങി, അത് കോളേജിലേക്ക് വ്യാപിച്ച്, തമിഴ്നാട് മുഴുവൻ വ്യാപിച്ച്, അതിന്റെ അലൗലികൾക്ക് മുമ്പിൽ ഇതൊക്കെ നിഷ്പ്രഭമായി. ജല്ലിക്കെട്ട് വിരുദ്ധത മാഞ്ഞുപോയി, ജല്ലിക്കെട്ട് പുനഃസ്ഥാപിച്ചു. നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ മുമ്പിലെങ്കിലും ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം അല്ലെങ്കിൽ മലയാളത്തിൽ മുല്ലപ്പെരിയാർ ഡാം നിർവീര്യമാക്കുക എന്ന് എഴുതി വെച്ച് നോക്ക്, കഥ മാറും. വേറൊരു കാര്യം കൂടി ചെയ്യാം. ഞാന് ഒരു അന്താരാഷ്ട്ര മീഡിയ, അതായത് ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണ് change.org. അതിൽ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു പെറ്റീഷൻ ഇട്ടിട്ടുണ്ട്. ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം. അത് സൈൻ ചെയ്യണമെന്ന് പറയാൻ ആവശ്യപ്പെടാമല്ലോ, ജനങ്ങൾ ചെയ്യേണ്ടതാണ്. ഈവൻ യൂറോപ്പിലെ ആൾക്കാർ ചെയ്തിരിക്കുന്നു, ഈവൻ തമിഴന്മാർ വരെ ചെയ്തിരിക്കുന്നു. ആ പെറ്റീഷനിൽ ഇപ്പൊ കേരളത്തിൽ 45 മില്യൺ ആൾക്കാരുണ്ട്. 2 മില്യനെ ഇതുവരെ അതിനകത്ത് ഒപ്പിട്ടിട്ടുള്ളൂ. അതൊരു ക്യാമ്പയിനായിട്ട് ഈ നാട്ടിലെ യുവാക്കൾ എടുക്കണം, സ്കൂളുകളിലെ കുട്ടികൾ എടുക്കണം. അതിൽ സ്വന്തം ഇമെയിൽ ID വെച്ചിട്ട് സൈൻ ചെയ്യണം. അങ്ങനെ ഞാൻ പറയണത് എന്നെ ഒറ്റയ്ക്കാക്കി വിടരുതെന്നാണ്. എന്നെ ഒറ്റയ്ക്കാക്കി വിടരുത്. നിങ്ങളും കൂടെ നിന്നാൽ എൻ്റെ ശക്തി 10 മടങ്ങ് വർദ്ധിക്കും. ഈ കാര്യത്തിന് ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ഉണ്ടാവും. എല്ലാ ജനങ്ങളും കൂടി കൂട്ടായി പ്രവർത്തിക്കണം. അതിന്റെ തുടക്കം എന്ന നിലയിൽ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ, സ്ഥാപനത്തിന്റെ മുമ്പിൽ എല്ലാം മുല്ലപ്പെരിയാർ ഡാം നിർവീര്യമാക്കുക എന്ന് എഴുതി വെക്കുക. രണ്ടാമത്തെ കാര്യം, പ്രൈം മിനിസ്റ്റർക്കുള്ള പെറ്റീഷനിൽ ഓൺലൈൻ ID വെച്ചിട്ട് സൈൻ ചെയ്യുക. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പരിചയമുള്ള എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ട് സൈൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു മിഷനായിട്ട് ഏറ്റെടുക്കുക. അത്രയും ജനങ്ങൾ ചെയ്യണം. അപ്പൊ നിങ്ങൾ ഈ ചാനല് ഈ കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുമ്പോൾ അവിടെ ഈ പ്രൈം മിനിസ്റ്റർക്കുള്ള പെറ്റീഷന്റെ QR കോഡ് കൊടുക്കണം, ലിങ്ക് കൊടുക്കണം. അപ്പൊ കൂടുതൽ ആളുകളിലേക്ക് അത് എത്തും. മുല്ലപ്പെരിയാർ ഡാമിന്റെ 2011 റോബോട്ടിക് അണ്ടർ വാട്ടർ ഒരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു, റിമോട്ട് ഓപ്പറേറ്റഡ് വെഹിക്കിൾ വെച്ചിട്ട്. അതിപ്പോ ഇതുവരെയും പുറത്ത് വിടാത്ത ഒരു കാര്യമായിരുന്നു. അപ്പം അത് ഞങ്ങള് ജസ്റ്റ് ഒരു ഇതാക്കിയിട്ട് സാറിന്റെ കയ്യിലേക്ക് തരുകയാണ്. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് സാർ. അപ്പൊ ഇതിനെ ഒന്ന് വിശദീകരിച്ചൊന്ന് പറഞ്ഞു തരാമോ ഇതിനെ കുറിച്ചിട്ട്? സെൻട്രൽ സോയിൽ ആൻഡ് മെറ്റീരിയൽസ് റിസർച്ച് സ്റ്റേഷന്റെ ഒരു റിപ്പോർട്ടാണ് ഇത്. എൻ്റെ അടുത്തുണ്ട് ഈ റിപ്പോർട്ട്. ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇത് സർക്കാർ പുറത്തു വിടാത്തത് അവർക്ക് താല്പര്യമില്ല, ജനങ്ങൾ അറിയാൻ. അതാണ് ഇത് ഈ ROV സ്റ്റഡിയിൽ എന്ന് വെച്ചാൽ 300ഓളം CD എടുത്തതിൽ 290 CD ഇവർ ഭയപ്പെട്ടു പോയി. ഭയങ്കര ഒരു ട്രക്ക് കയറ്റി നിർത്താൻ മാത്രമുള്ള പദോൾസ് ഉണ്ട്, ക്രിവൈസസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളില്. അത് ഇവർ സുപ്രീം കോടതി കാണിച്ചില്ല. സുപ്രീം കോടതിയിൽ 10, 12, 13 കാണിച്ചിട്ടുണ്ട്. അവർക്ക് സേഫാണ് എന്ന് തോന്നിയ റിപ്പോർട്ട് മാത്രമാണ് സുപ്രീം കോടതി കാണിച്ചിട്ടുള്ളൂ, ബാക്കി ഒന്നും കാണിച്ചിട്ടില്ല. അപ്പം ആ സേഫ് ആയിട്ടുള്ള വീഡിയോ, സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ടാണ് എംപവേർഡ് കമ്മിറ്റി സുപ്രീം കോടതിയിൽ കൊടുത്തത്. അത് 40 വർഷം മുമ്പ് സേഫ് ആണെന്നാ പറഞ്ഞേക്കണേ. ഇപ്പോഴല്ല 40 വർഷം മുമ്പുള്ള പരിശോധനയാണ് ഈ പറയുന്നത്. മനസ്സിലായോ? ആ പരിശോധന ഇപ്പൊ ഇൻഫ്രക്ചസ് ആയി. അതുകൊണ്ട് ഒരു കാര്യമില്ല. 40 വർഷം കഴിഞ്ഞപ്പോ ലോകം എത്ര മാറി, ഡാം എത്ര മാറി. അപ്പോ ഈ റിമോട്ട് ഓപ്പറേറ്റഡ് വെഹിക്കിൾ ഉപയോഗിച്ച് പരിശോധന നടത്തിയതിന്റെ റിയൽ റിപ്പോർട്ട് കൊടുക്കാതെ ഒരു ഫേക്ക് റിപ്പോർട്ട്, ഒരു മാനിപ്പുലേറ്റഡ് റിപ്പോർട്ട്, അൺസയന്റിഫിക് റിപ്പോർട്ടാണ് സുപ്രീം കോടതിയിൽ അവർ കൊടുത്തത് ത്രൂ എംപവേർഡ് കമ്മിറ്റി. ആ എംപവേർഡ് കമ്മിറ്റി റിപ്പോർട്ട് ഈസ് എ മാനിപ്പുലേറ്റഡ് വൺ, എ ഫേക്ക് വൺ, ആൻഡ് അൺസയന്റിഫിക് വൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലെ എല്ലാ മാനിപ്പുലേഷൻസും നമ്പർ ചെയ്ത് ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്.
അപ്പോ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഔട്ട്കം എന്താണെന്ന് നോക്കിയാൽ മതി. ഈ ശരിക്കും ഇതപ്പോ എന്തിനായിരിക്കും ഇതിങ്ങനെ പൂഴ്ത്തി വെച്ചേക്കുന്ന ഈ ഒരു റിപ്പോർട്ട്സ് ഒക്കെ? ഇത് വെച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ ഡാം ഡീകമ്മീഷൻ ചെയ്യണ്ടേ? 40 വർഷം മുമ്പ് ഈ റിപ്പോർട്ട് റിയൽ റിപ്പോർട്ടാണ് സുപ്രീം കോടതിയിൽ എത്തിയിരുന്നെങ്കിൽ സുപ്രീം കോടതി ഡീകമ്മീഷൻ ചെയ്യാൻ പറഞ്ഞാണ്. എംബോർഡ് കമ്മിറ്റിയിലെ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ട് ഉണ്ട്, അദ്ദേഹം പ്ലെയിൻ കയറാൻ നേരത്ത് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്റെ ആയുസ് വരെ ഇത് അവിടെ നിന്നോളൂ ഡാം. പുള്ളിയിപ്പ ഇല്ല. ഒരു മനുഷ്യ നിർമ്മിതിക്കും മനുഷ്യന്റെ ആയുസേ പാടുള്ളൂ, മനസ്സിലായോ? മനുഷ്യന്റെ ആയുസേ പാടുള്ളൂ. ഇനി മാക്സിമം പറഞ്ഞാൽ ഏത് മനുഷ്യ നിർമ്മിതിക്കും ഒരു മനുഷ്യന്റെ മാക്സിമം ആയുസേ പാടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നിർത്തുന്നത് വിഡിത്താണ്. പിന്നെ നിൽക്കണ്ടോന്ന് ചോദിച്ചാൽ നിൽക്കുമായിരിക്കും. ജനങ്ങൾ വളരെ കുറവുള്ള സ്ഥലത്ത്, പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട സ്ഥലത്ത്, നശിച്ചാലും ഇത്രയൊക്കെ ഡാമേജ് വരാൻ പോകുന്നുള്ള സ്ഥലത്ത് നിരന്തരം പരീക്ഷണങ്ങൾ നടത്തി വലിയ കുഴപ്പമില്ല എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത, ഇതുപോലെ വ്യാജ സർട്ടിഫിക്കറ്റ് അല്ല, റിയൽ സർട്ടിഫിക്കറ്റ്, അതവിടെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള ശാസ്ത്രജ്ഞന്മാർ, അതായത് പ്രത്യേകിച്ചും ഇപ്പൊ ഞാൻ മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കണം എന്ന് പറയണത് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് പരിശോധിക്കണം എന്ന് പറയണത്. അവരാണ് പറയേണ്ടത് എത്ര നാൾ ഈ ഡാം റിലയബിൾ ആണെന്ന്. അത്തരം എക്സ്പേർട്സ് പല ഡാമുകൾക്കും സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ ഡാമുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ശാസ്ത്രീയമായ പരിശോധനകൾക്കും ഗവേഷണങ്ങൾക്കും ശേഷമാണ്, അല്ലാണ്ട് ഇതുപോലെ ഫേക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടല്ല. ആ 300 CD കൊണ്ടുപോയി ഹാജരാക്കട്ടെ. മിസ്റ്റർ തട്ടെ, അദ്ദേഹമാണ് ഒരു ടെക്നിക്കൽ മെമ്പർ, മറ്റേ ആള് മിസ്റ്റർ മേത്ത, അവര് ഉണ്ടാക്കിയെടുത്ത 300 CDs കൊണ്ടൊന്ന് സുപ്രീം കോടതിയിൽ ഹാജരാക്കാം. അപ്പൊ ഞെട്ടും, സുപ്രീം കോടതി ഞെട്ടും, നാട്ടുകാരും ഞെട്ടും, എല്ലാവരും ഞെട്ടും. അതൊക്കെ ഒരു കളഞ്ഞല്ലോ. ഇതൊക്കെ പലരും അറിഞ്ഞോണ്ടാണ് ഈ ചെയ്ത്തൊക്കെ. ആരൊക്കെ ചത്താലും മതി, എനിക്ക് പണം മതി, അല്ലെങ്കിൽ എനിക്ക് സ്ഥാനം മതി. ഒരാളെ ഗവർണറാക്കി കൊടുക്കാന്ന് പറഞ്ഞല്ലോ ജയലളിത. ആരാന്നറിയോ? ഇതെല്ലാം തമിഴന്മാരെ എന്നോട് പറയും. നമ്മളിപ്പോ ഒരു വില്ലേജ് ഓഫീസിൽ പോയി 500 രൂപ കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ പുറത്തിറങ്ങിക്കാൻ നമ്മുടെ ആദ്യത്തെ സുഹൃത്തിനോട് നമ്മൾ പറയും, അവനെ 500 രൂപ എന്നെ എടുത്ത് മേടിച്ചു ഇല്ലേ? തമിഴന്മാർക്ക് ഈ കൈക്കൂലി കൊടുത്തൊക്കെ എല്ലാം തമിഴന്മാരെ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. തമിഴ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് കേരളത്തിൽ ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് പറഞ്ഞ് ഇവരെ താറടിക്കാനൊന്നും ഇല്ല. എന്റെ ലക്ഷ്യം അതല്ല. ഇനി എന്നെ ഈ കൈക്കൂലി മേടിച്ചവരെ താറടിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതൊന്നും അല്ല. എന്റെ ലക്ഷ്യം മുല്ലപ്പെരിയാർ ഡാമിന്റെ ഡീകമ്മീഷനാണ്, മനസ്സിലായോ? അതായത് കൈക്കൂലി മേടിക്കുന്നവരെ നന്നാക്കാനും രാഷ്ട്രീയക്കാരെ നന്നാക്കാനും ബ്യൂറോക്രാറ്റ്സിനെ നന്നാക്കണം എന്നൊന്നും എന്റെ ജോലിയല്ല. എന്റെ ഒരേ ഒരു ജോലി ഇത് ഡീകമ്മീഷൻ ചെയ്ത് ജനങ്ങളുടെ ജീവൻ തിരിച്ചു പിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിലിപ്പോ നമ്മുടെ സോൺ 1 മുതൽ സോൺ 5 വരെയുള്ള ചിത്രങ്ങൾ കണ്ടാൽ മനസ്സിലാകും ആ ഡാം അപകടത്തിലാണ് എന്ന്. തീർച്ചയായിട്ടും അതെ. ഇവര് ഒരു സൈഡ് വാൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഇത് മോണോലിത്തിക് സ്ട്രക്ചറാന്നൊക്കെ പറയുന്നുണ്ട്. ഓൾഡ് സ്ട്രക്ചർ, ന്യൂ സ്ട്രക്ചർ. ഓൾഡ് സ്ട്രക്ചർ സുർക്കി കോൺക്രീറ്റ് കൊണ്ട്, ന്യൂ സ്ട്രക്ചർ M30 കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയാണ്. ആനയാടും പോലത്തെ വ്യത്യാസമുള്ള 2 സ്ട്രക്ചർ മോണോലിത്തിക് സ്ട്രക്ചറാന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ഇവര് ഈ സയൻസ് അറിയാൻ പാടില്ലാത്ത ജഡ്ജസിനെ ഉണ്ടല്ലോ ഫൂൾ ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? നന്നായി ഫൂൾ ചെയ്യുന്നുണ്ട്. ഇവർക്കറിയാം ഈ പറഞ്ഞ PMF ഫിക്സേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ജഡ്ജസിന് അറിയില്ല എന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് ജഡ്ജസിനെ നന്നായിട്ട് ഫൂൾ ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റുന്നുണ്ട്. സർ, ഇതിപ്പോ ROV റിമോട്ട് ഓപ്പറേറ്റ് വെഹിക്കിൾ വഴിയാണ് ഈ ടെസ്റ്റ് നടത്തിയിരിക്കുന്നത്. ആ ഒരു റോബോട്ടിക് മെഷീനെ പറ്റി എന്താണ് സാറിന് പറയാനുള്ളത്? അല്ല, അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തു. കിട്ടിയ ഇൻഫറൻസ് കൊണ്ടുവന്ന് എങ്ങും ഹാജരാക്കിയില്ല. അതാണ് നെഗറ്റീവ് ഇൻഫറൻസ്. എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ROV അതൊക്കെ അവർ ചെയ്തോളും. നമ്മളതിനെ കുറിച്ച് അവർ കൃത്യമായിട്ട് റിമോട്ട് ഓപ്പറേറ്റഡ് വെഹിക്കിൾ ഉപയോഗിച്ച് കൃത്യമായി ചെയ്ത് കൃത്യമായ ഫലങ്ങളാണ് അതൊക്കെ. അത് ആ ചിത്രങ്ങളിൽ തന്നെ നമുക്ക് സയൻസ് അറിയാവുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇത് ഇതുവരെയും ഒരു മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ പുറത്ത് ഒരു മനുഷ്യർക്കും അറിയാത്തത് എന്തുകൊണ്ടായിരിക്കും? എല്ലാം അറിയാം. ഇത് ഡോക്യുമെന്റ് കോപ്പി കിട്ടും. ഇപ്പൊ ഞാൻ തന്നെ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയ ഡോക്യുമെന്റ് ഞാൻ തന്നെ കൊടുക്കാൻ വേണമെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്, വിഷയമൊന്നുമില്ല. ഇത് വിവരാവകാശം വെച്ച് ആ സെൻട്രൽ സോയിൽ ആൻഡ് മെറ്റീരിയൽസ് റിസർച്ച് സ്റ്റേഷൻ ഉണ്ടല്ലോ, അവർക്കൊരു ആപ്ലിക്കേഷൻ കൊടുത്താൽ അവർ തരും. ഇത് പുറത്തറിയാത്തത് ഇത് സർക്കാർ കൊണ്ടൊന്നും സുപ്രീം കോടതി ഹാജരാക്കിയിട്ടില്ല. അങ്ങനെ ഹാജരാക്കിയെങ്കിൽ ജനങ്ങൾ അറിഞ്ഞാൽ എങ്ങനെ സാധനം അവിടെ ഉണ്ട്. അതെന്തുകൊണ്ടായിരുന്നു സർക്കാർ അങ്ങനെ ചെയ്യാത്തത്? സർക്കാരിനോട് ചോദിക്കണ്ടേ, എന്നോടാണോ അത് സർക്കാരിനോട് ചോദിക്കണം. സർക്കാർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാത്തതുണ്ട്.
അവരെല്ലാം കൂടി ഒരു എംപവേർഡ് കമ്മിറ്റി, ഒരു സൂപ്പർവൈസറി കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക. എന്നിട്ട് ജനങ്ങളെ സർക്കാരിനെ പേടിപ്പിക്കുക. സൂപ്പർവൈസറി കമ്മിറ്റിയുടെ മേലെ ചലിക്കാൻ പാടില്ല, പറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സർക്കാരിനെ പേടിപ്പിക്കുക. നമ്മുടെ ഈ മുല്ലപ്പെരിയാർ ഡാമിൽ അല്ലാതെ ഈ ഇതുപോലത്തെ കമ്മിറ്റികളൊന്നും ഒരു ഡാമിനും ഇല്ല. അത് ജനങ്ങൾ മനസ്സിലാക്കണം. ഡാം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഡാം മാനുവൽ ഉണ്ട്. എല്ലാ ഡാമിനും ഡാം മാനുവൽ ഉണ്ട്. അതനുസരിച്ച് അങ്ങ് പ്രവർത്തിച്ചോണ്ടാ മതി. മനസ്സിലായോ? അതിലെന്തെങ്കിലും വീഴ്ച ജനങ്ങൾ കണ്ടാൽ അതിനെതിരെ ജനങ്ങൾക്ക് കോടതിയിലോ സർക്കാരിലെ അപേക്ഷ കൊടുക്കാം. ഇങ്ങനെ ഡാം മാനുവലിൽ ഇങ്ങനെ കാര്യമുണ്ട്, അത് ചെയ്തിട്ടില്ല എന്ന്. ഡാം മാനുവലിനുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല അവര്. മനസ്സിലായോ? അവിടെ എന്തോരം എക്യുപ്മെന്റ്സ് വെക്കണം എന്നറിയാം മുല്ലപ്പെരിയാർ ഡാമില്. ജലനിരപ്പ് കാണിക്കാൻ, ഡാമിന്റെ പ്രസന്റ് എന്താണ് FRL എത്രയാണ്, MRL എത്രയാണ്, അതിന്റെ എന്താ ഇപ്പൊ അവിടെ ഡാമിന്റെ സ്ഥിതി, എന്തുമാത്രം വെള്ളം തുറന്നു വിടുന്നുണ്ട്, കേരളത്തിലേക്ക് തുറന്നു വിടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പ്രതിപാദിച്ച് നെറ്റില് അപ്ലോഡ് ചെയ്യണം. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് മൊബൈലിൽ കുത്തി നോക്കിയാൽ മനസ്സിലാവണം. മനസ്സിലായോ? ഇതൊക്കെ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങളല്ല. ഏത് കുട്ടിക്കും സ്കൂളിലെ ബെഞ്ചിലിരുന്ന് ഒരു ഡാമിന്റെ മൊത്തം കാര്യങ്ങൾ അറിയാനുള്ള അവകാശമുണ്ട്. അമേരിക്കയിലൊക്കെ അങ്ങനെയാണ്. ഡാം പോയി വിസിറ്റ് ചെയ്യൊന്നും വേണ്ട, മൊബൈൽ നോക്കിയാൽ ഏത് ഡാമിന്റെയും സ്ഥിതി തത്സമയം കിട്ടും. അതിവിടെ വേണം, ഒരു മോണിറ്ററിംഗ് സിസ്റ്റം വേണം. ഒരു മോണിറ്ററിംഗ് സിസ്റ്റം മുല്ലപ്പെരിയാർ ഡാമിലില്ല. അവര് പറയും ഇത്ര ജലനിരപ്പ്, അവര് പറയും ഇങ്ങനെയാണ് പോണത്, റൂൾ കർവ് അനുസരിച്ചാണ് പോണത്, അങ്ങനെ പല പല കാര്യങ്ങളും പറയും. ഇത് അവര് പറഞ്ഞറിയേണ്ട കാര്യമല്ല, നമ്മുടെ സിസ്റ്റത്തിൽ അപ്ലോഡായിട്ട് വരണം. സാർ, ഈ 2023 നമ്മളുടെ ചാനലിൽ തന്നെ സാറിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഈ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ മുല്ലപ്പെരിയാറിന് ചെറിയൊരു ബെൻഡ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രാക്ക് ഉണ്ട്. അതെ. അപ്പൊ ആ ഒരു ഇന്റർവ്യൂ നല്ല മില്യൺസ് കയറിപ്പോയ സമയത്ത് അതിനകത്ത് കുറച്ച് ബുദ്ധിജീവികൾ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, സാറിന് വേറെ പണിയൊന്നുമില്ലേ, ഇതിപ്പം സാറിനെ കളിയാക്കുന്ന രീതിയിൽ പരിഹസിക്കുന്ന രീതിക്ക് പല കമന്റ്സും അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി സാറിന് എന്താ പറയാനുള്ളത്? അങ്ങനെ പോയി നോക്കണം. നമ്മുടെ നാട്ടിലുള്ള ഡാമല്ലേ, പോയി നോക്കണം. മനസ്സിലായോ? ഇത് ഒരു ഡാമും രഹസ്യമായിട്ട് ഇങ്ങനെ പൊതിഞ്ഞു കൂട്ടി വെച്ചിരിക്കുന്ന സാധനമൊന്നുമില്ല. സംശയമുള്ളവൻ പോയി നോക്കണം. അവനെ കയറ്റിയില്ലെങ്കിൽ അവൻ കേസ് കൊടുക്കണം. അവൻ്റെ സിറ്റിസൺ അല്ലേ, അവന് റൈറ്റ് ഇല്ലേ? പിന്നെ ഇത് പെനീക്കൊക്കെ ഇത് കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം നിറച്ചപ്പോൾ തന്നെ ക്രാക്ക് വന്നിട്ടുണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. അത് നിരന്തരം അടച്ച് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുപോലെ തന്നെ സാറിനെ കുറിച്ചിട്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഡിസ്കഷൻ വന്നതിന് ശേഷം സാറിനെ കുറിച്ചിട്ട് ബിഗ് ബോസിൽ പോയ അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി സാറിനെ കുറിച്ചിട്ട് ഒരു ലൈവിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് അസംബന്ധമാണ് ഇയാൾ പറയുന്നത് എന്ന തരത്തിൽ പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. സാർ അത് കണ്ടിട്ടുണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല, പക്ഷെ ഒരു കാര്യം പറയാം, അങ്ങനെ പറയുന്ന ആളത് പ്രൂവ് ചെയ്യണം. ഞാൻ അസംബന്ധമാണ് പറയുന്നതെങ്കിൽ എന്നെ തിരുത്തണ്ടേ? ഈ വ്യക്തി എന്നോട് സംസാരിക്കണ്ടേ? താങ്കൾ എന്ത് അസംബന്ധമാണ് പറയുന്നത്, താങ്കൾ പറയുന്നത് തെറ്റാണെന്ന് പറയണ്ടേ? നാളിതുവരെ ഈ വ്യക്തി എന്നെ വിളിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇദ്ദേഹം പറയുന്നത് ഞാൻ പോയി നോക്കണോ? ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞപ്പോൾ അത് അറിയുന്നത് തന്നെ. കാരണം ഈ വക കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത് യൂട്യൂബും സോഷ്യൽ മീഡിയ ഒന്നുമല്ല. എന്നെ പഠിപ്പിക്കാൻ വേറെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ സാർ, കഴിഞ്ഞ വർഷം മുല്ലപ്പെരിയാർ ബേബി ഡാമിന് താഴെ കുറച്ച് മരങ്ങൾ വെട്ടി എന്ന് പറഞ്ഞിട്ട് മുറിക്കാൻ കേരളം റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനെ കുറിച്ചിട്ട് യഥാർത്ഥത്തിൽ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം നിറച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു റിപ്പയറിംഗ് വർക്കും പോസിബിൾ അല്ല. സയന്റിഫിക്കലി നോട്ട് പോസിബിൾ. ദർ ഈസ് നോ ഫ്ലോലെസ് റിപ്പയറിംഗ് ടെക്നോളജി ആഫ്റ്റർ ഫില്ലിംഗ് വാട്ടർ ഇൻ എ ഡാം. ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാല് താഴെയുള്ള ഇടുക്കി ഡാം തടഞ്ഞു നിർത്തുമെന്ന് വാദിക്കുന്നവരുണ്ടല്ലോ. ഇപ്പൊ ഒരു ഗ്ലാസ്സിൽ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് ആമിയുടെ മുഖത്തേക്ക് ഞാൻ ഇങ്ങനെ ഒഴിക്കാന്ന് വിചാരിച്ചു. ആമിക്ക് കാര്യമായിട്ടൊന്നും പറ്റില്ല. അതേസമയം കുറച്ച് ചരല് വാരി ഇട്ടിട്ട് ആ വെള്ളത്തിൽ കുറച്ച് ചരല് വാരി ഇട്ടിട്ട് ഒഴിച്ചാലോ ടെറിബിൾ ആയിരിക്കും അത്, അല്ലേ? അപ്പൊ ഈ ഇമ്പ്യൂരിറ്റീസ് എല്ലാം വെള്ളത്തിൽ കലർന്നാൽ വെള്ളത്തിന്റെ സ്ഥിതി മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ മുകളിൽ നിന്ന് ആൾക്കാരുടെ വിചാരം വെള്ളം ഇങ്ങനെ ഒഴുകി വരാണെന്നാണ്. അല്ല,
ഒരു ബുള്ളറ്റ് കണക്കെ ഈ വലിയ കല്ലും മരവും ആനയൊക്കെ ഒരു ബുള്ളറ്റ് കണക്കെ ചീറിപ്പാഞ്ഞാ വരുന്നത്. അത് ഇടുക്കി താങ്ങുന്ന പറയണേ. ചെറുതോണി ഇടുക്കി എന്ന് വെച്ചാൽ മൂന്ന് ഡാമിന്റെ ഒരു ഡാം കോംപ്ലക്സ് ആണ്. ഇനിയിപ്പൊ മേജർ ഡാം ഇടുക്കി ഡാം താങ്ങിയാൽ പോലും അപ്പുറത്ത് ചെറുതോണി ഇപ്പുറത്ത് കുളമാവും താങ്ങുമോ? കുളമാവ് വീക്കസ്റ്റ് ഡാം ആയിട്ടാണ്, അവിടെയാണ് വീക്കസ്റ്റ് ഡാം ആയിട്ടാണ് പറയപ്പെടുന്നത്. ചെറുതോണിയിലാണ് ഷട്ടർ ഉള്ളത്. അവിടെ വലിയ ദുരന്തം സംഭവിക്കേണ്ടതായിരുന്നു പ്രളയകാലത്ത്. ഈ പ്രളയകാലത്ത് ചെറുതോണിയിലെ ഷട്ടർ ഇങ്ങനെ കുറച്ച് പൊക്കി വെച്ചു. ഒരു വലിയ മരം ഒഴുകി വന്നു. ആ മരം ഒഴുകി വന്നത് ആ ഷട്ടറേലെങ്ങാനും തടഞ്ഞിരുന്നെങ്കിൽ പൊക്കാനോ താത്താനോ പറ്റില്ല. എറണാകുളത്തിന്റെ അല്ല, കേരളത്തിന്റെ കാര്യം തീരുമാനമായാനെ. മുല്ലപ്പെരിയാർ പൊട്ടാണ്ട് തന്നെ തീരുമാനമായാനെ. നമ്മുടെയൊക്കെ ആയുസിന്റെ ബലം കൊണ്ട് ആ മരം എന്ന് വെച്ചാൽ ഈ ഡാമിന്റെ ഒരു ചെറിയ തുറക്കലിൽ തന്നെ ഭയങ്കര ഫോഴ്സിലാണ് വെള്ളം വരുന്നതേ. അത് ഈ ഷട്ടർ പൊക്കുന്നിടത്ത് പോയി കാണാം, കുലുങ്ങും, ഭൂമി കുലുങ്ങുന്ന പോലെ കുലുങ്ങും. ചെറുതോണി ഡാമിന്റെ ഷട്ടർ പൊക്കിയത് തന്നെ പേടിച്ച് നിന്നിട്ടാ പൊക്കിയത്. ആ പേടിച്ച് നിന്ന് പൊക്കിയപ്പോഴാണ് മരം വന്നത്. ആ മരം കയറി ഉടക്കിയിരുന്നെങ്കിൽ നമ്മുടെ കാര്യം തീരുമാനമായത്. നമ്മളൊരു ദൈവകൃപയാൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും. ആ മരത്തെ മാറ്റാനായിട്ട് ഡാമിന്റെ അതോറിറ്റീസിന് കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഈ വീഡിയോ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പറ്റൂല. ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ എന്താ സംഭവിക്കുക? എത്ര ലക്ഷം ആൾക്കാരായിരിക്കും മരിക്കാൻ? ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഒരു ഫാക്ടറി ഇതിന്റെ അടിയിലെ പൊട്ടിയാൽ മതി. ബെൻസീനോ ഈതേനോ ഉള്ള വിഷവാതകം സംഭരിച്ചു വെച്ചിരിക്കുന്ന ഒരു ഫാക്ടറി മൊത്തം കേരളത്തിലെ ജനങ്ങൾ പോവും. കർണാടകത്തിലെയും പോകാൻ സാധ്യതയുണ്ട്. കുറച്ച് തമിഴ്നാട്ടിലെ കാറ്റടിക്കുന്നിടത്തൊക്കെ ജനങ്ങൾ ഭോപ്പാൽ ട്രാജഡി പോലെ വീഴും. ഈ അടുത്തായിട്ട് നമ്മുടെ ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും അപകടകരമായ അണക്കെട്ടിലൊന്നാണ് മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും ആ ഒരു റിപ്പോർട്ട് വന്നിട്ടും സർക്കാർ ഇതിനെതിരെ ഒന്നും നോക്കിയിട്ടോ ഒന്നുമില്ല. അപ്പൊ അതിന് സാറിന് എന്താ പറയാനുള്ളത്? സർക്കാരിനോടല്ലേ ഇതൊക്കെ ചോദിക്കണ്ടേ? നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ UN അക്കാഡമിക് വിങ് ഇങ്ങനെ ഒരു ലോകത്തിലെ 100 അപകടകരമായ ഡാമുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു നടപടി എടുക്കാത്തതെന്ന് സർക്കാരിനോടല്ല ചോദിക്കട്ടെ. 3 സർക്കാരിനോടും ചോദിക്കണം. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമിഴ്നാട് സർക്കാരോടും ചോദിക്കണം. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലമല്ലേ. ജനങ്ങൾക്ക് സർക്കാരുമായിട്ട് സംവദിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? വീട്ടിലിരുന്ന് ചെയ്യാലോ. നിങ്ങളുടെയൊക്കെ ഈ സോഷ്യൽ മീഡിയയിലുള്ള സ്റ്റാറ്റസ് എന്തുകൊണ്ട് ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം എന്ന് ഇട്ടുകൂടാ? ഈ ഒരു ഡാം പൊളിച്ചാല് അല്ലെങ്കിൽ പുതിയൊരു ഡാം വെക്കുവോ? അല്ല, ഇതിപ്പോ ഡീകമ്മീഷൻ വെള്ളം കുറച്ച് നിർത്തുക, പുതിയ ഡാമിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുക. പുതിയ ഡാം പൂർത്തിയാകുമ്പോൾ പഴയ ഡാം വെള്ളം പരിപൂർണമായിട്ട് കളഞ്ഞ് പൊളിച്ചു കളയുക. അവർക്ക് വെള്ളത്തിനൊന്നും ഒരു 130 താഴെയൊക്കെ 120 വന്നാലും അവർക്ക് വെള്ളം കിട്ടും. ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞു. മുല്ലപ്പെരിയാർ ഡാമിന്റെ ഞാൻ ചുരുക്കി പറയാം. മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്തപ്പോ 2 പ്രാവശ്യം മലവെള്ളത്തിൽ ഒഴുകിപ്പോയതാ. അപ്പൊ പെനികുക്ക് ഭയങ്കര നിരാശനായിരുന്നു. പെനികുക്ക് മാത്രമല്ല, ബ്രിട്ടീഷ് ഗവൺമെന്റും ഭയങ്കര നിരാശയിലായിരുന്നു. കാരണം ഇത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു റോയൽ പ്രോജക്റ്റ് ആയിരുന്നു. എന്താണെന്നറിയോ? ഈ വെള്ളം കൊടുത്ത് കാശ് വാങ്ങിക്കാം. തമിഴ്നാട്ടിലെ കൃഷിക്കാരോട് വെള്ളം കൊടുത്ത് കാശ് വാങ്ങാം. ഇതായിരുന്നു ബ്രിട്ടീഷ്. അല്ലാതെ ഈ പറയണ പോലെ തമിഴ്നാട്ടിലെ വെള്ളമില്ലാത്ത ജനങ്ങൾക്ക് വെള്ളം കൊടുത്ത മഹാദൈവമാണ് പെനികുക്കെന്നും പറയണതിൽ ആബ്സല്യൂട്ട് നോൺസെൻസ് ആണ് അത്. അവര് വിചാരിച്ചത് ഈ വെള്ളം കൊണ്ടുപോയി തമിഴ്നാട്ടിലെ വെള്ളമില്ലാത്ത ആളുകൾക്ക് കൊടുത്ത് മേടിക്കാം. അതിലവർ വിജയിച്ചു. എന്താണെന്നറിയോ? ഒരു കിലോഗ്രാം മുന്തിരി ഉണ്ടായ 600 ഗ്രാം ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണമായിരുന്നു അന്നത്തെ കാലത്ത്. അതും കൃഷിക്കാർക്ക് ലാഭമായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി 400 ഗ്രാം കിട്ടുമല്ലോ. ജന്മിയുടെ അണ്ടറിൽ കൃഷി ചെയ്യുമ്പോൾ ഒന്നും കിട്ടൂല, തിന്നാൻ എന്തെങ്കിലും കിട്ടും. അപ്പൊ അത് കൃഷിക്കാർക്ക് ഒരു അനുഗ്രഹമായിരുന്നു. പക്ഷെ നമ്മളിപ്പോ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അത് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയും, അല്ലേ? അതായിരുന്നു ബ്രിട്ടീഷുകാരന്റെ ബുദ്ധി. ഈ വെള്ളം ഇങ്ങോട്ട് ഒഴുകുന്ന വെള്ളം അങ്ങോട്ട് തിരിച്ചു വിട്ട് കാശ് വാങ്ങലായിരുന്നു ബുദ്ധി. അല്ലാണ്ട് തമിഴൻ വെള്ളം കുടിച്ചോട്ടെ എന്നുള്ള ദീനാനുകമ്പ കൊണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. ആബ്സല്യൂട്ട് നോൺസെൻസ് ആണ്, ശുദ്ധ അസംബന്ധമാണ്. അവര് അവരത് ഈ മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം കോടികൾ ഉണ്ടാക്കി.
അത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ആദ്യത്തെ ഒരു 1-2 വർഷത്തിനുള്ളിൽ ഈ മുടക്കിയ മുതൽ കിട്ടി. പിന്നെ എല്ലാം ലാഭമായിരുന്നു ബ്രിട്ടീഷുകാർക്ക്. അപ്പൊ ഇത് ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് 2 പ്രാവശ്യം മലവെള്ളത്തിൽ ഇങ്ങനെ ഒഴുകിപ്പോയി. അപ്പൊ ഇവിടെയുള്ള കുറെ മന്ത്രവാദികളും ഒക്കെ പെനിക്കുക്കിനെ പോയി കണ്ട്, ഇത് ഡാം ഉറക്കത്തില്ല, ഡാം ഉറക്കണമെങ്കിൽ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെ കുരുതി കൊടുക്കണമെന്ന്. ഇത് കഥയാണ്. ഇത് ആ മുല്ലപ്പെരിയാർ ഡാമിലെ തൊഴിലാളികൾ പാരമ്പര്യമായിട്ട് അവരുടെ അനന്തരാവകാശികളൊക്കെ ഇങ്ങനെ അടുത്ത തലമുറ ഇങ്ങനെ പറഞ്ഞു വരുന്ന ഒരു കഥയാണ്. അത് കഥയായിട്ട് എടുത്താൽ മതി, ചിലപ്പോൾ സത്യം ഉണ്ടാകാം കേട്ടോ. അപ്പം ഡാം ഉറക്കണമെങ്കിൽ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെ കുരുതി കൊടുക്കണം. പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ പെനിക്കുക്കിന്റെ ഭാര്യ ആയിരുന്നു. ബ്രിട്ടീഷുകാരുടെ അന്നത്തെ കാലത്ത് അറിയാലോ, ഇഷ്ടം പോലെ ഭാര്യമാരും ഒരു ഭാര്യ പോയാലൊന്നും ഒന്നുമല്ല. മനസ്സിലായോ? ഇവിടെയുള്ള ആ ഫോറസ്റ്റിലുള്ള ആദിവാസികളെ മുഴുവനും ഭാര്യമാരാക്കി നടന്ന അതും ഒരു എയിമായിരുന്നു ബ്രിട്ടീഷുകാരുടെ. ഡാം കൺസ്ട്രക്ഷന്റെ പിന്നിലുണ്ടായിരുന്ന ഒരു എയിം അതായിരുന്നു, ഈ ജനങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. അപ്പം ഈ പണിതുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് പെനിക്കുക്ക് ഭാര്യയായിട്ട് പോയി, ഭാര്യയെ എൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു എന്നൊരു കഥയുണ്ട്. എന്നിട്ട് പോകുന്ന വഴിക്ക് ഈ ഒരു കുറ്റിയിൽ ഇവരുടെ കണ്ണ് തറച്ചു. എൻ്റെ കണ്ണേന്ന് പറഞ്ഞിട്ട് താഴെ വീണു. ആ വീണ സ്ഥലത്തുനിന്ന് ഒരു നീർച്ചാല് ഈ ഡാമിന്റെ അടിയിൽ കൂടെ ഇപ്പോഴും ഉണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്. അവിടെ ഇപ്പം മൊത്തം ഇങ്ങനെ വെള്ളം ഒഴുകി വന്ന് ഒരു കലുങ്ക് പോലെ കൺസ്ട്രക്ട് ചെയ്തിട്ട് 2 സൈഡിലേക്കും വിടാണ്. അവിടെ ചതുപ്പ് മൂടി കിടക്കണേ കൊണ്ട് ഇതൊന്നും കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു കഥയുണ്ട്. അങ്ങനെയാണ് ഡാം ഉറച്ചതെന്നാ പറയുന്നത്. പിന്നീട് ഡാം കൺസ്ട്രക്ഷൻ പൂർത്തിയായി. പിന്നെ പെനിക്കുക്ക് ബ്രിട്ടനിൽ പോയി അയാളുടെ സ്വത്തൊക്കെ വിറ്റ്, വേറും സംബന്ധം ഇതൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കുക. അയാളുടെ സ്വത്ത് വിറ്റ്. അയാൾ ഒരു ബ്രിട്ടീഷ് ആർമിയിലെ ഒരു കേണലായിരുന്നു. അയാൾക്ക് എന്നാ ശമ്പളം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ. ഇന്ന് ഒരു ബ്രിട്ടീഷ് ആർമിയിലെ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റാറ്റസ് ഉള്ള ഒരു കേണലിന് എന്നാ കിട്ടും? അതേ അയാൾക്കുള്ളൂ, അന്നത്തെ ലെവലിൽ അതേ ഉള്ളൂ. അത് വെച്ചൊന്നും ഒരു ഡാം പണിയാൻ പറ്റില്ല. പിന്നെ അയാൾക്ക് അവിടെ സ്വത്ത് അത്ര വലിയ സ്വത്താണെങ്കിൽ അയാൾ ഹൗസ് ഓഫ് ലോർഡ്സിലെ മെമ്പർ ആയിരിക്കൂലേ? എൻ്റെ അറിവിൽ പെനിക്കുക്ക് ഹൗസ് ഓഫ് ലോർഡ്സിലെ മെമ്പർ അല്ല. അപ്പൊ അയാളുടെ സ്വത്ത് വിറ്റുകൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്തതെന്ന് ഈ ബ്രിട്ടീഷുകാരുണ്ടാക്കി വെച്ച ഒരു കഥയാണ്. അത് നമ്മൾ ഈ വിഡ്ഢികൾ ഇങ്ങനെ ഈ പാണന്റെ പാട്ട് പോലെ പാടിക്കൊണ്ട് നടക്കുക. എത്രയോ വർഷങ്ങളായി. അവര് ശരിക്കും പർപ്പസോട് കൂടി ഉണ്ടാക്കിയതാണ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഡാം. അല്ലാണ്ട് തമിഴനെ നന്നാക്കാനോ മലയാളികൾ ശരിക്കും പറഞ്ഞാൽ ദ്രോഹിക്കാണ് ചെയ്തത്. അതിനൊന്നും പണിയാൻ പറ്റില്ല. അതായത് ഒരു റിവറിന്റെ ഒരു നാച്ചുറൽ ഫ്ലോ ഉണ്ട്. ആ ഫ്ലോയില് ഡാം കെട്ടി തിരിച്ചൊഴുക്കാൻ പറ്റില്ല നദിയെ. അത് പ്രകൃതിയുടെ ഒരു ഇക്വിലിബ്രിയത്തെ തകിടം മറിക്കും. നമ്മുടെ ഇക്വിലിബ്രിയം തകിടം മറിഞ്ഞിരിക്കുക. അതുകൊണ്ട് പ്രകൃതി തന്നെ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഒരു ഡാം കെട്ടിയാൽ തന്നെ വെള്ളം അതിന്റെ ആ ഫ്ലോയിന്റെ ഡയറക്ഷനിൽ തന്നെ വിടണം. അപ്പൊ ആ ഇക്വിലിബ്രിയം അങ്ങനെ തന്നെ ഉണ്ടാവും. ഫ്ലോ മൊത്തത്തിൽ തകർന്നു, ഒരു തുള്ളി ഇങ്ങോട്ട് വിട്ടിട്ടില്ല കേട്ടോ. ഫ്ലോ മൊത്തത്തിൽ തടഞ്ഞ് ബംഗാൾ ഉൾക്കടലിലേക്ക് വിടുന്നു. അറബിക്കടലിൽ പതിക്കേണ്ട നദി ബംഗാൾ ഉൾക്കടലിലേക്ക് പോകുന്നു. അത് ഈ പ്രപഞ്ചത്തിനെതിരെ ഏറ്റവും വലിയ തിന്മയാണത്. അതാണ് മുല്ലപ്പെരിയാർ ഡാം. അതുകൊണ്ട് പ്രപഞ്ചം തിരിച്ചടിക്കുന്നുള്ളത് 100% ഉറപ്പാണ്. പ്രപഞ്ചം തിരിച്ചടിക്കും. ഈ 130 വർഷം പ്രപഞ്ചം നോക്കിയെന്ന് ഇനി നോക്കി നിൽക്കില്ല. മനസ്സിലായി? ഇതിനൊക്കെ ഒരു ടൈമുണ്ട്. അതായത് അങ്ങനെയൊന്നും നദിയെ ഈ ലോകത്തിനൊരു ക്രമമുണ്ട്. ഇപ്പൊ ഗംഗ മൊത്തം തടഞ്ഞു നിർത്തിയിട്ട് ഹിമാലയത്തിന്റെ അപ്പുറത്തേക്ക് വിട്ട പ്രപഞ്ചം നോക്കി നിൽക്കുവോ? ഈ ലോകം ഉണ്ടാവുമോ? ലോകത്തുള്ള ഡാം കൺസ്ട്രക്ഷനിലെല്ലാം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏത് ഡയറക്ഷനിലാണോ വെള്ളം ഒഴുകേണ്ടത്, ഡാം കെട്ടിയാലും അതേ ഡയറക്ഷനിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ച് അതേ ഡയറക്ഷനിൽ തന്നെയാണ് വെള്ളം ഒഴുക്കി വിടുന്നത്. പക്ഷെ മുല്ലപ്പെരിയാറിൽ അങ്ങനെ അല്ല, റിവേഴ്സ് ഡയറക്ഷനിലാണ് ഒഴുക്കി വിടുന്നത്. അത് പ്രശ്നമാണ്. പ്രപഞ്ചം തിരിച്ചടിക്കും. എന്ന് എന്നുള്ളത് ചോദ്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ കാലത്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന സുപ്രീം കോടതിയിലെ കേസ് അതിനൊരു പരിഹാരമാകട്ടെ. അതിനുവേണ്ടി കേരളത്തിലെ മൊത്തം ജനങ്ങൾ അതിനുവേണ്ടി ആഗ്രഹിക്കണം. ആ ആഗ്രഹിച്ചാൽ മാത്രം മതി. ആ ആഗ്രഹം എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ്, ഒരു മനുഷ്യനിലുള്ള ഒരു ഇന്നർ എനർജി ഉണ്ട്. ഓരോ മനുഷ്യനും ഈ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യപ്പെടണം, ഈ സുപ്രീം കോടതിയിലെ കേസ് ജയിക്കണം എന്ന് ആഗ്രഹിച്ചാൽ മതി. അതൊരു ഫോഴ്സായിട്ട് വരും. എല്ലാ മനുഷ്യരിലും ഒരു ഇന്നർ ഫോഴ്സ് ഉണ്ട്.
ഒരു ഫോഴ്സ് ആയിട്ട് വരും. അങ്ങനെ കോടിക്കണക്കിന് ജനങ്ങളുടെ ഒരു ആഗ്രഹം ഉണ്ടായാൽ തന്നെ സുപ്രീം കോടതിയിലെ കേസ് ജയിക്കും. എന്റെ പ്രശ്നം അതാണ്, എല്ലാവരും എന്നെ ഒറ്റക്കാക്കി വിട്ടിരിക്കാന്ന് എന്റെ ഒരു തോന്നല്. എന്തായാലും ഇതിനൊരു തീരുമാനം വരും, അല്ലെങ്കിൽ ഇത് വിജയകരമായ ഒരു തീരുമാനം വരും എന്നല്ലേ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അതിന്റെ മുമ്പിൽ നിൽക്കുന്നത്? അതെ. തീർച്ചയായിട്ടും ഒരു തീരുമാനം വരും പോസിറ്റീവ്ലി. വർഷങ്ങൾ കൊണ്ടുള്ള ഒരു പോരാട്ടമായിരുന്നില്ലേ ഇത്? എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ, ഇപ്പൊ സമയമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. യെസ്. അപ്പൊ എന്തായാലും സാർ ഇതിന് എല്ലാരും ഒരുമിച്ച് നിക്കട്ടെ എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതിനും വിജയകരമായ ഒരു തീരുമാനം തന്നെ വരട്ടെ, സാറിന് അനുകൂലമായ ഒരു തീരുമാനം തന്നെ വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പൊ എല്ലാരും കൂടെ നിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം സാർ. നന്ദി.